നമസ്കാരം. പുതിയൊരു ടോപ്പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തിന് ക്ഷേത്രദർശനം? അവനവൻ്റെ ഉള്ളിലെ പോസിറ്റീവ് ഊർജത്തെ വർദ്ധിപ്പിക്കുവാനും കുറച്ച് സമയത്തേക്കെങ്കിലും ഹൃദയത്തിൽ നിന്ന് അഹങ്കാരവും അസൂയയും ഞാനെന്ന ഭാവവും ഇല്ലായ്മ ചെയ്ത് തന്നെ കേൾക്കാനും തൻ്റെ സങ്കടങ്ങൾ കാണാനും അതിൽ നിന്നും രക്ഷ നേടിത്തരാനും തന്നെ സഹായിക്കുന്ന ഒരു ശക്തിയുണ്ടെന്ന് സ്വന്തം മനസ്സിനെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നാം ക്ഷേത്രദർശനം നടത്തേണ്ടത്. ഇത് ചിലപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ വെറും തോന്നൽ മാത്രമായിരിക്കാം. പക്ഷേ ജീവിത പ്രയാസങ്ങൾ ഒരുപാടുണ്ടാകുമ്പോൾ ഈ വിശ്വാസം നമ്മളെ മുന്നോട്ട് നയിക്കും. പക്ഷേ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഈ അമ്പലത്തിൽ പോയതുകൊണ്ടോ അവിടെ വഴിപാടുകൾ നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ പൂജ ചെയ്തതുകൊണ്ടോ നമുക്ക് സാധിക്കുമോ? ജീവിതത്തിൽ ദുഃഖങ്ങൾ വരുമ്പോൾ നാം ജ്യോതിഷം അറിയാവുന്നവരുടെ അടുത്തേക്കും പിന്നെ അവർ പറഞ്ഞ വഴിപാടുകൾ നടത്താനായി ആരാധനാലയങ്ങൾ കയറി ഇറങ്ങുകയും ചെയ്യും. മേ ബി അവർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുടുംബദോഷമോ ജാതകദോഷമോ ബ്ലാക്ക് മാജിക് എഫക്റ്റോ ഉണ്ടാകാം. പണം ചിലവഴിക്കാനുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളൂ. കുറച്ച് നാളത്തേക്കെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് മേ ബി ഉണ്ടാകാം. പക്ഷേ ഇത് ഒരിക്കലും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങളുടെ കയ്യിൽ ധനമില്ലാതെ കടം മേടിച്ച് ഒരിക്കലും വഴിപാടുകളോ പൂജകളോ നടത്തരുത്. അത് നിങ്ങളെ ഒന്നുകൂടി ദുഃഖങ്ങളിലേക്ക് തള്ളിവിടുകയുള്ളൂ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നോക്കാം. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ ഭൂമിയിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങൾക്കും കാരണം നമ്മുടെ കർമ്മകടങ്ങൾ തന്നെയാണ്. എന്താണ് കർമ്മകടം? മുൻ ജന്മങ്ങളിൽ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ മനുഷ്യരോടോ പക്ഷിമൃഗാദികളോടോ ജീവനുള്ള ഏതൊരു വസ്തുവിനോടോ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപത്തിൻ്റെ ഫലങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ പ്രയാസങ്ങൾക്ക് കാരണമായി ഭവിക്കുന്നത്. ഇതിനാണ് നമ്മൾ പരിഹാരം ചെയ്യേണ്ടത്. അതിനാൽ ആദ്യം നാം ചെയ്യേണ്ടത് ചെയ്തു പോയ തെറ്റുകൾക്ക് അല്ലെങ്കിൽ ജന്മാന്തര പാപങ്ങൾക്ക് നിങ്ങൾ നിരന്തരം ക്ഷമാപണം നടത്തുക എന്നതാണ്. നിങ്ങൾക്ക് വിശ്വാസമുള്ള ദൈവത്തോട് മതി, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തോടായിട്ട് പറഞ്ഞാൽ മതി. ഫെമിനൈൻ എനർജി സങ്കല്പത്തിലാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ കാർമിക് എഫക്റ്റ് പെട്ടെന്ന് തീർക്കാൻ നിങ്ങളെ സഹായിക്കും. അതായത് ദേവിയോടോ മാതാവിനോടോ അങ്ങനെയുള്ള ഫെമിനൈൻ എനർജിയോടാണെങ്കിൽ ഈ കാർമിക് എഫക്റ്റ് പെട്ടെന്ന് നിങ്ങളിൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി നിഷ്ഠയോടെ നാമജപം നടത്തുക എന്നതാണ്. അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് അവർ എങ്കിലും നിത്യേന ഇത് ചെയ്യുക. അതിൽ നമ്മൾ നിത്യേന ഉൾപ്പെടുത്തേണ്ട 3 നാമങ്ങളുണ്ട്, 3 നാമജപങ്ങളുണ്ട്. 1 ദേവി കവചമാണ്, 2 ഹനുമാൻ ചാലിസയാണ്, 3 കാലഭൈരവാഷ്ടകമാണ്. എന്തിനാണ് ഇത് 3ഉം ഉൾപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേവി കവചം നിത്യേന ജപിക്കുന്നത് വഴി ദേവിയുടെ ഒരു സംരക്ഷണ വലയം നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും. ഹനുമാൻ ചാലിസ ബ്ലാക്ക് മാജിക് എഫക്റ്റുകളിൽ നിന്നും സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു കടക്കാൻ സഹായിക്കും. പിന്നെ കാലഭൈരവാഷ്ടകമാണ്. ഇത് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹദോഷങ്ങളിൽ നിന്നും മുക്തി നേടാൻ നിങ്ങളെ സഹായിക്കും. ഇത് ഒരു 6 മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ തിരിച്ചറിയാം. കാരണം എത്രയൊക്കെ പ്രയാസങ്ങൾ വന്നാലും അതിൽ നിന്നും രക്ഷ നേടാൻ ആരെങ്കിലുമൊക്കെ വഴി നിങ്ങൾക്ക് ഓരോരോ സഹായങ്ങൾ എത്തും. പതിയെ പതിയെ വർഷങ്ങളാകുമ്പോൾ, അതായത് 1 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ജീവിതത്തിൽ നിന്നും പതിയെ പതിയെ പ്രയാസങ്ങൾ നീങ്ങുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് ലൈഫിൻ്റെ ഏത് ഏരിയയിലാണെന്ന് നോക്കുക. ചിലർക്ക് സാമ്പത്തികമായിരിക്കാം, മറ്റു ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം, അതുമല്ലെങ്കിൽ സന്താനങ്ങളെ പറ്റിയുള്ള ദുഃഖങ്ങളാവാം. അവർക്ക് നല്ല ജോലി ലഭിക്കുന്നില്ല, അവരുടെ വിവാഹം നടക്കുന്നില്ല. അപ്പോൾ ഇതിന് നമ്മൾക്ക് തന്നെ നമ്മുടെ സ്വന്തം വീട്ടിൽ എന്തെല്ലാം പരിഹാരങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. നിങ്ങൾക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴഗ്രഹമോ ശുക്രഗ്രഹമോ പാപദൃഷ്ടിയോട് കൂടിയോ പാപഗ്രഹങ്ങളോട് യോഗം ചെയ്തോ നിൽക്കുന്നുണ്ടാകും. അതുമല്ലെങ്കിൽ ചന്ദ്രന് ബലമില്ലാത്ത അവസ്ഥ, അതുമല്ലെങ്കിൽ 2ലും 11ലുമായി പാപഗ്രഹങ്ങളുടെ സാന്നിധ്യം. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഡെയിലി നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുളിക്കുക. ഇത് നിങ്ങളുടെ ജാതകത്തിലെ വ്യാഴഗ്രഹത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കും.
രണ്ടാമതായി വീട്ടിലെ സ്ത്രീകൾക്ക് അർഹമായ ബഹുമാനം കൊടുക്കുകയും 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് വസ്ത്രങ്ങളും അവർക്ക് അണിഞ്ഞൊരുങ്ങി നടക്കാനുള്ള ഐറ്റംസും വാങ്ങിക്കൊടുക്കുക. അതുപോലെ വീട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുകയും വീട്ടിൽ എപ്പോഴും സുഗന്ധം നിലനിർത്താനും ശ്രമിക്കണം. നിങ്ങളും അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. പെർഫ്യൂംസ് യൂസ് ചെയ്യുക. ഇത്രയും ചെയ്യുന്നത് വഴി നിങ്ങളുടെ ജാതകത്തിലെ ശുക്രഗ്രഹത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി മൂന്നാമതായി ചെയ്യേണ്ടത് ചന്ദ്രനെ ബലപ്പെടുത്തുക എന്നതാണ്. നമ്മുടെ ജാതകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഗ്രഹം ചന്ദ്രനാണ്. ചന്ദ്രന് ബലമുണ്ടെങ്കിലേ ജീവിതത്തിൽ നമുക്ക് മനസ്സമാധാനം ലഭിക്കുകയുള്ളൂ. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ പൗർണമിയിലും ഒരു ബക്കറ്റ് വെള്ളം വീടിൻ്റെ മുറ്റത്തോ ടെറസിലോ വയ്ക്കുക. ചന്ദ്രവെളിച്ചം അതിൽ പതിക്കണം. ഒപ്പം കഴിയുമെങ്കിൽ ഒരു 10 മിനിറ്റ് ചന്ദ്രനെ നോക്കി നിൽക്കുക. ആ ദൈവത്തോട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക. അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചന്ദ്രദേവൻ്റെ എന്തെങ്കിലും മന്ത്രം അറിയാമെങ്കിൽ അത് ജപിക്കുക. എന്നിട്ട് പിറ്റേ ദിവസം സൂര്യോദയത്തിന് മുന്നേ ഈ വെള്ളം ഉപയോഗിച്ച് കുളിക്കുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു പരിഹാര കർമ്മമാണ്. ഇനി നാലാമതായി, ജോലിയാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ ഹനുമാൻ ചാലിസ സങ്കല്പമെടുത്ത് 11 ദിവസം പ്രാർത്ഥിക്കുക. നിഷ്ഠയോടുകൂടി വേണം ഇത് ചെയ്യാൻ. തീർച്ചയായും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ്. ഹനുമാൻ ചാലിസ സങ്കല്പം എടുക്കേണ്ടത് ഒരുപാട് യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് എങ്ങനെയെന്നുള്ളത്. അത് നോക്കി ചെയ്യുക. പറ്റുമെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇനി നിങ്ങളുടെ കുട്ടികളുടെ വിവാഹം കാര്യത്തിലാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ ആദ്യം പറഞ്ഞ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും റെമഡി ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുട്ടികളുടെ റൂമിൽ, ആ കുട്ടികൾ കിടക്കുന്ന മുറിയുടെ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ ഒരു പുതിയ പെർഫ്യൂം ബോട്ടിൽ അവരെ കൊണ്ട് തന്നെ മേടിപ്പിച്ച് ഒരു വെള്ളിയാഴ്ച ദിവസം വയ്ക്കുക. ഈ പറഞ്ഞതെല്ലാം ഒരു 90% ആളുകൾക്കും ഞാൻ ഈ പറഞ്ഞ പരിഹാര കർമ്മങ്ങൾ വർക്കാവുന്നതാണ്. ശേഷിക്കുന്ന 10% എക്സ്ട്രീം കർമ്മകടങ്ങൾ ഉള്ളവരായിരിക്കും. അതേപ്പറ്റി ഇപ്പം ചിന്തിക്കാതെ, നെഗറ്റീവായി ചിന്തിക്കാതെ പൂർണ്ണ വിശ്വാസത്തോടെ മുൻപ് പറഞ്ഞ പരിഹാര കർമ്മങ്ങളെല്ലാം ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ സാമ്പത്തികമായി തീരെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ഇന്നു തന്നെ വാരാഹി ദേവിയെ ഉപാസിക്കാൻ ശ്രമിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പൂർണ്ണ ഭക്തിയോടെ, സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, ഏകാഗ്രമായി വേണം അമ്മയെ വിളിക്കാൻ. ആർക്കും ദ്രോഹം വരുന്ന ഒരു കാര്യവും അമ്മയോട് പ്രാർത്ഥിക്കരുത്. അതോടൊപ്പം അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ ഉമാമഹേശ്വരന്മാരെ ഗുരുവായി സങ്കല്പിച്ചു വേണം പ്രാർത്ഥന തുടങ്ങാൻ. കാരണം അമ്മയിൽ നിന്നും പ്രവഹിക്കുന്ന ഊർജം നമ്മുടെ ശരീരത്തിന് താങ്ങാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് തീർച്ചയായും ഉമാമഹേശ്വരന്മാരെ ഗുരുവായി സങ്കല്പിച്ചു വേണം അമ്മയോടുള്ള ഉപാസന തുടങ്ങാനായി. ധനത്തിനായി ചൊല്ലേണ്ട വാരാഹി മന്ത്രം ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതായി തോന്നിയാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.